നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫേസ് ടു ഫേസിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരം ശ്രീ ശങ്കർ സാറാണ്. 80കളിൽ റൊമാൻറ്റിക് വേഷങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന അദ്ദേഹം നമ്മുടെ നാട്ടുകാരൻ, ഒറ്റപ്പാലം സ്വദേശി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. ഞങ്ങളുടെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവസരം തന്നതിന് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ 80കളിൽ ഞങ്ങളുടെയൊക്കെ പ്രായക്കാർ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി അവരൊക്കെ വരുന്നൊരു സമയത്ത് ഞങ്ങൾ ഏത് പടം എടുത്താലും കാണുന്ന, അവരോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെക്കായി മുന്തിയ റോളാവും ചിലപ്പോൾ ആ സിനിമയിൽ ശങ്കർ സാറിന് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ ശങ്കർ സാർ എവിടെ പോയി എന്നൊക്കെ ഞങ്ങളൊക്കെ മനസ്സിൽ തോന്നിയിരുന്നൊരു ചിന്തയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ്, സുഖമാണോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? ഞാനൊരു 92 വരയ്ക്ക് വളരെ സജീവമായിട്ട് സിനിമയിൽ അഭിനയിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് മാറി നിന്നു സിനിമയിൽ നിന്ന്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ഥിരം ചെയ്യുന്ന റോളുകൾ തന്നെ ചെയ്യുക. എന്തെങ്കിലും ഒരു ചേഞ്ച് വരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതൊക്കെ നടക്കാത്തതുകൊണ്ട് കുറച്ച് കാലം, ഒരു 2-3 വർഷം മാറി നിന്നിട്ട് തിരിച്ചു വരാം എന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ മാറി നിന്നു. അപ്പോൾ ഞാനൊരു ഡയറക്ഷൻ സൈഡിലോട്ട് പോയി. സുരേഷ് ഗോപിയെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തു. അന്ന് സുരേഷ് ഗോപി ഏകലവ്യൻ കമ്മീഷണർക്ക് കഴിഞ്ഞ് കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ച് സമ്മതിച്ചു. ഞങ്ങൾ കഥയൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ആ കഥ പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തത്, അതിൻ്റെ കുറേ ഭാഗങ്ങൾ വേറെ സിനിമകളിൽ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കഥ മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. ഒരു 1.5 വർഷത്തോളം വേറെ സ്റ്റോറിയൊക്കെ തപ്പിയെടുത്തൊന്നും ശരിയായില്ല. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാനും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ 98 വീണ്ടും അഭിനയിച്ചു. സൂര്യവനം എന്ന് പറയുന്നൊരു സിനിമ, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് സിനിമകളിൽ ആക്ട് ചെയ്തു. ഭദ്ര, പിന്നെ അതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ആ ഫിലിംസ് ഒക്കെ വന്നിരുന്നത്. അപ്പോൾ ചെയ്ത് നോക്കി. അപ്പോൾ എവിടെയും ഇങ്ങനെ അറിയാലോ, സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ വലിയ സക്സസ് ആയാൽ മാത്രമേ നമുക്ക് പിന്നീട് പിടിച്ച് കയറാം. പക്ഷേ സിനിമകൾ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഡയറക്ഷനിലോട്ട് മാറുകയുണ്ടായി. ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ചെയ്ത് വന്ന്. അപ്പോൾ എനിക്കൊരു ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു പരിചയമില്ലേ സിനിമയിൽ. നമ്മൾ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാസിലായാലും ജോഷി ആയാലും അല്ലെങ്കിൽ ഐ വിശേഷി ആയാലും. ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഏറ്റവും ടോപ്പ് ഡയറക്ടേഴ്സിനോട് അഭിനയിച്ചുകൊണ്ട് അതിനെയൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ഷോർട്ട് ഫിലിമിന് ശേഷം പിന്നെ ഒരു ആർട്ടിസ്റ്റിക് മൂവി ചെയ്തു, വൈറസ് എന്ന് പറഞ്ഞിട്ട്. അതൊരു എയ്ഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു. പക്ഷെ അത് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പേരെടുത്തു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കേരളോത്സവം 2009 എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വിനു മോഹൻ, കലാഭവൻ മണി, സലീം കുമാർ, നെടുമുടി എന്നൊക്കെ വെച്ചിട്ട്. ആ പടം തരക്കേടില്ലാത്ത ബിസിനസ്സായി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ വേറെ അടുത്ത പ്ലാനിങ് ചെയ്തു. പക്ഷേ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട്, ഞാൻ ആദ്യമായിട്ട് വന്ന തമിഴ് മൂവിയിലാണ്. വിടുതലൈ രാഗം എന്ന് പറയുന്ന തമിഴ് സിനിമയാണ് എൻ്റെ വൻ ഹിറ്റായ സിനിമ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് തമിഴിലൊരു മൂവി ഡയറക്റ്റ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തമിഴിൽ മണൽ നഗരം എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. അത് സാൻ സിറ്റി എന്ന് പറഞ്ഞ ഡബ് ചെയ്ത് വരുന്നത്. ആ പടവും നമുക്ക് ബിസിനസ്സായി പടം. പിന്നെ ഞാൻ അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പ്രളയം വന്നു. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. അതൊക്കെ ഞാൻ മാറി മറിഞ്ഞ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത ഫിലിം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ കേരളം ബേസ് ചെയ്തിട്ടല്ല ഇപ്പോൾ പ്രവർത്തനം, പുറത്താണ്, ഇന്ത്യക്ക് പുറത്താണുള്ളത് അല്ലേ? അല്ല, ആക്ച്വലി ഞാൻ ഈ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്തത് ഒരു ഫോറിൻ കൺട്രിയെ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പുതിയതായിട്ട് എറിക് എന്നാണ് അതിൻ്റെ പേര്. അതൊരു ഹൊറർ സോണിലുള്ള സിനിമയാണ്. ഒരുപാട് ഗ്രാഫിക്സും സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ഉള്ള പുതിയ അനുഭവമായിരിക്കും, പുതിയ ഒരു ഇതായിരിക്കും. ഒരുപാട് ഗ്രാഫിക് അറിയാലോ. പക്ഷെ അങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഹൊറർ അല്ല, അത് വേറൊരു സ്റ്റൈലിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു ത്രില്ലർ എന്നും കൂടിയും പറയാം. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ആയിരുന്നു. UK ഞാൻ പറഞ്ഞു വന്ന പോലെ എൻ്റെ വൈഫ് ഒറ്റപ്പാലാണ്, ചിത്രാലക്ഷ്മി എന്ന് പറയും. EP ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഫാമിലിയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് വൈഫ് ഇപ്പോൾ UK ഡാൻസ് സ്കൂളുകളാണ്, 14 ഡാൻസ് സ്കൂളുണ്ട്. ഞാനും പിന്നെ അവിടെ പോയി സെറ്റിലായി. അപ്പോൾ ഞാൻ പോയി വന്നുകൊണ്ടിരിക്കും. എൻ്റെ ജോലിയുള്ള സമയത്തേക്കൊക്കെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഈ ഫിലിം ഞാൻ ലണ്ടനിൽ പ്ലാൻ ചെയ്തു.
ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ തിളങ്ങി നിന്നിരുന്ന ഒരാളാണ്. അപ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല സാറിൻ്റെ ഒന്നും വേഷങ്ങൾ. കാരണം നമ്മൾ ഏത് സിനിമ കണ്ടാലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അതെ. അതിൽ ഉണ്ടാവും. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പം അഭിനയിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. ഇടക്കാലത്തുണ്ടായ ഈ ഒരു മാറ്റി നിർത്തൽ സ്വയം തീരുമാനിച്ചതാണോ അതോ മലയാളികൾ ഞാൻ ഒരിക്കലും തന്നെ- ശങ്കർ എന്ന സാറിനെ മാറ്റി നിർത്തിയിട്ടില്ല? ശങ്കർ അല്ല, സാർ അങ്ങനെ ആരെയും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നമുക്ക് ആർക്കും നമ്മളെ എതിർത്തൊന്നും ചെയ്യാനൊന്നും സിനിമയിൽ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനതിൽ വിശ്വസിക്കുന്നത്. സിനിമ ഒരു ഭാഗ്യമാണ്. ഒരു പരിധി വരയ്ക്ക് ഭാഗ്യവും വേണം സിനിമയിൽ. എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ചാൻസ് കിട്ടി. ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ സിനിമ ഇത്ര വലിയ സക്സസ് ആവുന്നു. ബിക്കോസ് ആ സിനിമയിൽ എല്ലാവരും പുതിയ ആൾക്കാർ, പ്രൊഡ്യൂസറായാലും തമിഴ് പടം അല്ലേ? തമിഴ് പടം എല്ലാം പുതിയ ആൾക്കാർ. ആരും ഒരാൾ പോലും അറിയുന്ന ആൾക്കാരില്ല. ഇന്നൊക്കെ എല്ലാം അറിയുന്ന ടി രാജേന്ദ്രനൊക്കെ അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ അന്ന് ആരുമില്ല. ആ പടം തമിഴ്നാട്ടിനെ കലക്കി മറച്ചൊരു സിനിമയാണ്. 365 ദിവസം ഒരു തിയേറ്ററിലൂടെ തിയേറ്റേഴ്സിൽ എല്ലാ സെൻറ്റേഴ്സ് തിയേറ്റേഴ്സിലും കോയമ്പത്തൂർ നമ്മുടെ ഇവിടെ അടുത്ത് കോയമ്പത്തൂർ 450 ദിവസം ഓടിയ സിനിമ. സോ അപ്പം ഞാൻ അത് കഴിഞ്ഞ് മഞ്ഞളുരിഞ്ഞ പൂക്കൾ ഒക്കെ എല്ലാവരും പുതുമുഖങ്ങളാണെങ്കിലും ഡയറക്ടറും പുതിയതാണ് എല്ലാം. പക്ഷെ അതിൻ്റെ പ്രൊഡക്ഷൻ വലുതായിരുന്നു. പ്രൊഡക്ഷൻ കമ്പനി വലുതാണ്, നവോദയ പ്രൊഡക്ഷൻസ്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ശരി വലിയ പ്രൊഡക്ഷൻ ആകുമ്പോൾ ഒരു സിനിമ കുറച്ചും കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പബ്ലിസിറ്റി ചെയ്ത് കൊണ്ടുവരും. ആ പടവും ഹിറ്റായി. ഒരു ഭാഗ്യമെന്ന് പറയുന്ന വലിയൊരു ഘടകം എന്തായാലും എൻട്രി തന്നെ നല്ലൊരു ഭാഗ്യമായിരുന്നു. കാരണം ആ തുടക്കത്തിൽ തന്നെ നല്ല വിജയിച്ച പടങ്ങളാണ് കിട്ടിയത്. നല്ല ക്യാരക്ടറുകളും നല്ല റോൾസുകളൊക്കെ കിട്ടാൻ ഒരു ഭാഗ്യം, അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയല്ലേ ഇന്ന് കാണുന്നത്? തീർച്ചയായിട്ടും. പിന്നെ ആ ഭാഗ്യം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പം കുറേ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ ഞാനിപ്പോഴും സിനിമയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ സിനിമ ചെയ്യുന്നു. സിനിമ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിങ്ങും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഒരു അടുത്ത ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു സിനിമ ഞാൻ ആക്ട് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ എൻ്റെ ഈ ഫിലിം കഴിഞ്ഞിട്ട് വേണം അത് തുടങ്ങാൻ. ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അഭിനയം മാത്രമല്ല ഡയറക്ഷൻ ഉണ്ട്, നിർമ്മാണം ഉണ്ട് അല്ലേ? പ്രൊഡക്ഷൻ ഡയറക്ഷനും ഉണ്ട്, നിർമ്മാണവും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എഴുത്തോല എന്ന് പറഞ്ഞൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഒരു ആർട്ടിസ്റ്റിക് മൂവിയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു കഥ പറഞ്ഞപ്പോൾ നല്ലൊരു കഥ ഞാൻ തോന്നി, ഞങ്ങളങ്ങനെ അത് പ്രൊഡ്യൂസ്. പക്ഷേ ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയായിരുന്നു. ഇപ്പോൾ അത് അടുത്ത മാസം എൻഡിലൂടെ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാർ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം സിനിമയിലേക്ക് ഒരു ഭാഗ്യത്തിൻ്റെ കാര്യം, അതായത് ഇപ്പോൾ തുടക്കത്തിൽ നല്ലൊരു എൻട്രി കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. 200ഓളം ചിത്രങ്ങളിലും അഭിനയിക്കാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുകയും നല്ല സോങ്സുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ആ ഒരു ഒരേ റോള് തുടർച്ചയായി അത് നമ്മൾക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത്, എൻ്റെ കണ്ടിന്യൂസ് സിനിമകൾ റൊമാൻറ്റിക് സിനിമ ആയതുകൊണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി റൊമാൻറ്റിക് ഹീറോ എന്ന് പറയുന്ന മാതിരി ഒരു റൊമാൻസ് എന്ന് പറയുന്നത് നമുക്കൊരു സർട്ടൻ ഏജ് വരെയൊക്കെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളതിന് മാറി വരണമെങ്കിൽ ഞാൻ ആക്ഷനൊക്കെ സിനിമയിൽ ചെയ്യാറുണ്ട്, ഫൈറ്റൊക്കെ ഒരുപാട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ആക്ഷൻ ഹീറോ എന്നുള്ളൊരു ഇത് നമുക്ക് അല്ലെങ്കിൽ മാറി ചെയ്യാനുള്ള ശ്രമം കോമഡി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പൂച്ചക്കൊരു മൂക്കുത്തിയോട്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, അങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ചേഞ്ചിന് വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആളുകളും സംവിധായകർ വേഷം തരുമ്പോൾ തന്നെ അവർ നമ്മളെ കാണുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സിനിമ ഉണ്ടെങ്കിൽ 2 ഹീറോസ് ഉണ്ടെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് സൈഡ് വരുന്നതായിരിക്കും എൻ്റെ, അല്ലെങ്കിൽ മറ്റപ്പുറത്ത് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഹീറോ ആയിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് ഞാൻ കുറച്ചു കാലം മാറ്റി ഒരു ഗ്രാപ്പ് ഇടാമെന്ന് ഞാൻ വിചാരിക്കാൻ കാലഘട്ടത്തിൽ. അത് ഡയറക്ടർമാരോടൊക്കെ ഈ വിഷമം പറഞ്ഞിരുന്നു? ശരി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സുഗമോദേവി കഴിഞ്ഞപ്പോൾ അത് വലിയ ഹിറ്റായിരുന്നു. അതിലും ഞാൻ റൊമാൻറ്റിക് അല്ല, റൊമാൻസ് ഉണ്ട് കുറച്ച്, പക്ഷെ പിന്നീട് സീരിയസ് ആയിട്ട് വരുന്ന റോളാണ്. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ക്യാരക്ടർ ചേഞ്ച് വേണമെന്ന് പറഞ്ഞു വേണുനാഗവള്ളി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ, ഞാനിങ്ങനെ ശങ്കറിനെ എങ്ങനെ ഇപ്പോൾ ഒരു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അതിൽ മോഹൻലാൽ നായകനും ശങ്കർ വില്ലനുമായിട്ട് തിരിച്ചിടാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാപ്പിയായി, ബിക്കോസ് സംതിങ് ന്യൂ. ആ പടം വന്നു. പക്ഷെ ആ പടം വിചാരിച്ച മാതിരി വലിയൊരു വിജയത്തിലേക്ക് ആ സിനിമ പോയില്ല. സോങ്സ് നല്ലതാണ്, പക്ഷെ പടം ഒരു എന്താ പറയുന്നത് ഒരു സുഗമോദേവി മാതിരി ഹിറ്റായില്ല. അല്ലെങ്കിൽ വേണുനാഗവള്ളിയുടെ സർവകലാശാല അങ്ങനെയുള്ള സിനിമ പോലെയൊന്നും അത്രയും വലിയ ഹിറ്റിലേക്ക് പോയില്ല. പിന്നെ വീണ്ടും പ്രിയദർശൻ വിളിച്ചിട്ട് അഭിമന്യു
ഒരു നെഗറ്റീവ് റോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതും ചെയ്തു. ഞാൻ ചോദിച്ച് വാങ്ങിച്ച റോളുകളാണ് അതൊക്കെ. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്, ഒരു ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ആ ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ ഇത് ചിലപ്പോൾ ഒരു 2-3 ഇയേഴ്സ് നമ്മൾ മാറി നിൽക്കുമ്പോൾ പിന്നെ ചേഞ്ച് ചെയ്ത് വരാനുള്ള. പക്ഷെ അതും പിന്നെ വന്ന സിനിമ സൂര്യവനം ആക്ഷൻ ഫിലിമായിരുന്നു. പക്ഷെ അത് ഓക്കെ ആയിട്ട് പോയി, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പ്രൊഡ്യൂസേഴ്സിന് കാശൊക്കെ കിട്ടി. പക്ഷെ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ നടന്നില്ല. പിന്നെ ഫയർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു മുരളിയുടെ കൂടെ, ഞാൻ കൂടി. അത് ആക്ഷൻ ഫിലിമായിരുന്നു. പിന്നെ ഭദ്ര, അങ്ങനെ പിന്നെ കുറച്ച് സിനിമകൾ ചെയ്തു. പിന്നെയാണ് ഇപ്പോൾ ഡയറക്ഷനിലേക്ക് വന്നത്. ഈ മോഹൻലാൽ, മമ്മൂട്ടി, ആ ഒരു അവരുടെയൊക്കെ വളർച്ചയുടെ അതേ ഘട്ടത്തിൽ തന്നെയാണ് സാറും സിനിമയിൽ കൂടെ വന്നിരുന്ന സമയം. പക്ഷേ ഈ രണ്ട് നടന്മാരുടെ ഒരു വളർച്ച സാറിൻ്റെ ഒരു കരിയറിനെ പിന്നീട് ആ സമയത്ത് ബാധിച്ചോ? പിന്നീട് ഇല്ല, അവർ ഞാൻ 92 വരെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം, സിനിമയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ അഭിനയിക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുക്കണം സിനിമ. എൻ്റെ ഇന്നൊരു സിനിമ ഇറങ്ങിയാൽ അടുത്ത ആഴ്ച അടുത്ത സിനിമ ഇറങ്ങി, അങ്ങനെ വരാൻ പാടില്ല. സിനിമ എപ്പോഴും ഒരു വെയിറ്റിംഗ് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 വീക്സോ 4 വീക്സ് കഴിഞ്ഞ് അടുത്ത സിനിമ വരാൻ പാടുള്ളൂ. ബിക്കോസ് ഈ ചെയ്യുന്ന റോളുകളെല്ലാം ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ്, മനസ്സിലായി. അപ്പോൾ അതിന്ന് മാറി അന്ന് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിരുന്നു. നേരിട്ടിരുന്നു. ബിക്കോസ് ഞാൻ ഒരു വർഷം 28 പടം 27 പടം 3-4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് 200 സിനിമ ചെയ്യാൻ പറ്റിയത്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല സിനിമയിൽ. ഇപ്പം ചെയ്യുന്നതാണ്. അന്നത്തെ കാലത്ത് നടന്നിരുന്നു. അന്നത്തെ കാലത്ത് മലയാളത്തിൽ നസീർ സാറൊക്കെ അഭിനയിച്ചിരുന്നു കുറേ സിനിമകൾ. ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഇങ്ങനെ ഇതുപോലെയൊക്കെ അഭിനയിച്ചിരുന്നു. പക്ഷെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോള്, അല്ലെങ്കിൽ നമ്മളൊരു വെയിറ്റിംഗ് കൊടുക്കുക എന്ന് പറയുന്നതിന് അത് ഇന്ന് സംഭവിക്കുന്നുണ്ട്. ബിക്കോസ് ഇന്ന് തിരഞ്ഞെടുത്തിട്ട് കഥ കേട്ട് പിന്നെ ആ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് തീരാൻ തന്നെ 2-3 മാസം പിടിക്കും. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ്. പക്ഷെ അന്ന് അത് റെമ്യൂണറേഷൻ അല്ല ഇന്ന്. അന്ന് സാറ്റലൈറ്റോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സിനിമ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷനാണ്. അത് എന്ന് ഓടി സിയിലെത്തി ഓടി വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കളി. ഇന്ന് അതല്ലല്ലോ. ഇന്ന് ഒറ്റയടിക്ക് റിലീസ് ചെയ്ത് പൈസ മുഴുവൻ പോകുന്നു ഹിറ്റാണെങ്കിൽ. പക്ഷേ ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഇതേ റോള് സാറോടൊപ്പം അഭിനയിച്ച ആളുകൾ തന്നെയാണ് മമ്മൂട്ടി, മോഹൻലാൽ. അവരും ഈ ഒരു ഫേസ് കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആയിരിക്കും. പക്ഷേ ഇത്ര സിനിമകൾ അവർ ചെയ്തിരുന്നു എന്ന് എനിക്കറിയില്ല. മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ 1-2 വർഷമൊക്കെ ഞങ്ങളിങ്ങനെ മമ്മൂട്ടി 28 പടം, ഞാൻ 27 പടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേപ്പറിലും നാണയയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുണ്ടാവുമായിരിക്കും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഹീറോ ആയിട്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഒരു ടൈറ്റിൽ, റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു ടൈറ്റിൽ അങ്ങനെ വരരുത് വെച്ചിട്ടാണ് ഞാൻ അതിൽ മാറി നിന്നത് ശരിക്കും. പിന്നെ അത് പിന്നെ തിരിച്ചു വരുമ്പോഴും നമുക്ക് ആ ബ്രേക്ക് പിന്നീട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാലിനും കഴിഞ്ഞു. അതിന് മുന്നേ ഉള്ള നടന്മാരെ ഇപ്പോൾ പ്രേംനസീറിൻ്റെ സാറ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, വളരെ ബന്ധമുള്ളൊരു ആളായിരുന്നു. നമ്മൾ എന്താ പറയുന്നത്, സാറിൻ്റെ ഒപ്പം അഭിനയിച്ചു. നമുക്കൊന്നും അത് പറയാൻ പറ്റില്ല. ബിക്കോസ് അത്രയും വലിയ ഒരു സ്റ്റാർ, എനിക്ക് തോന്നുന്നത് ഇന്നും അത്ര വലിയ സ്റ്റാർ ഉണ്ടോ എന്ന് സംശയമാണ്. ഞാൻ പറയുന്ന കാലഘട്ടം നമ്മൾ ആലോചിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയും എല്ലാം. ഇപ്പം ഞാൻ എപ്പോഴും പറയായിരുന്നു, ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പണ്ട് മഞ്ഞിലെറിഞ്ഞ പൂക്കളിറങ്ങി ഗ്രാമങ്ങളിൽ എന്നെ അറിയില്ലായിരുന്നു. അവിടെ അറിയാൻ 2-3 മാസം പിടിച്ചു. മാർഗമില്ല, വേറെ ഓപ്ഷൻ ഇല്ല. ഇന്ന് അതല്ലല്ലോ. ഇന്ന് പെട്ടെന്നല്ല റീച്ച് ചെയ്യുന്നത്. അപ്പോൾ അല്ല, എന്താ പറയുക, നസീർ സാറിൻ്റെ കാര്യം പറയുമ്പോൾ നസീർ സാറും അതുപോലെ അവർ ആ കാലഘട്ടത്തിൽ, അതുകൊണ്ട് നമ്മളത്ര അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. നസീർ സാർ ഒരു ഹ്യൂജ് സ്റ്റാറായിരുന്നു മലയാളത്തിൽ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയ സ്റ്റാറാണ്. വേറൊരാളില്ലല്ലോ ആ സമയത്ത്. സത്യമാഷ് കഴിഞ്ഞിട്ട് മധു സാർ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നസീർ സാറായിരുന്നല്ലോ ഒരു കമേഴ്ഷ്യൽ സ്റ്റാർ എന്ന് പറയുന്നത്. നസീർ സാർ നല്ലൊരു ആക്ടറായിരുന്നു. പിന്നെ മധു സാർ ഇങ്ങനെ ആക്ടിങ് മാത്രമല്ലല്ലോ, ഡയറക്ഷൻ ചെയ്യും, അത് ചെയ്തു. നസീർ സാർ ആക്ടിങ് മാത്രമായിരുന്നു. പിന്നെ വേറെ ആൾക്കാരില്ല. ഞങ്ങളൊക്കെ വരുമ്പോഴേക്കും പിന്നെ 4-5 പേരായി.
ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ഇപ്പോൾ പേരാണ്. ആർക്ക് വേണമെങ്കിൽ അഭിനയിക്കാം. ജയൻ സാറിൻ്റെ ഒപ്പം ഒന്ന് ഇല്ല, കാണാനും സംസാരിക്കാനൊക്കെ അവസരം കിട്ടി. അതൊക്കെ സംസാരിച്ചു. ഫിലിമിൽ പടയോട്ടം എന്ന ചിത്രത്തിൽ ഇവരൊക്കെ കാണാൻ പറ്റും. ഈ സ്റ്റാർസൊക്കെ ഒരുമിച്ച് വന്നൊരു ചിത്രമായിരുന്നല്ലോ പടയോട്ടത്തിൽ ജയനില്ല. ഇല്ല പടത്തിൽ അഭിനയിച്ചിട്ടില്ല. നസീർ സാറും ജയൻ അപ്പോഴേക്കും മരിച്ചുപോയി. ആ, ആ. ജയൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നമ്മളെ വിട്ടു പോകുന്നത് കാണുന്നത്. ഞാൻ അതിന് മുമ്പ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഒരു റിലേഷൻ GP ബാലൻ എന്ന് പറഞ്ഞ ശരബഞ്ചരത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ പോയി കാണുമായിരുന്നു, എന്തെങ്കിലും വേഷമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ അടുത്തൊരു ദിവസം സ്റ്റുഡിയോയിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റുഡിയോ റൗണ്ട് ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ വന്ന് അപ്പം കണ്ടപ്പോൾ അദ്ദേഹം എന്നെ ഹരിഹരൻ സാറിന് പരിചയപ്പെടുത്തി. നമ്മുടെ റിലേഷനാണ് അങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പം തന്നെ പറഞ്ഞു, ഒരു വേഷം ഉണ്ട് ഇതിൽ, ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ആ വില്ലൻ്റെ കൂടെ അങ്ങനെ വരുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ, അത്രയും വലിയൊരു ഡയറക്ടർ. ജയനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞില്ല. ജയനില്ല. ജയൻ ഞാൻ ആ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവരായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പുതിയ 2-3 തലമുറകളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് സാർക്കുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഒരു ഇപ്പോൾ ഇന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസമൊക്കെ എന്താ തോന്നുന്നു? അല്ല, അന്നത്തെ സിനിമയല്ലല്ലോ ഇന്ന്. അന്ന് സിനിമ എന്ന് പറയുന്നത് ഒരു ഫാമിലി മാതിരിയായിരുന്നു. ഞാൻ കുടുംബം നസീർ സാറാണെങ്കിലും അല്ലെങ്കിൽ ജയനാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അന്നത്തെ ഏത് വലിയ സ്റ്റാർസ് ആണെങ്കിലും, അടൂർ ബാസി ആയാലും ബഹദൂർ ആയാലും നമ്മളന്ന് ആരാധിച്ചിരുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ നമ്മളെല്ലാവരും അവിടെ ഒരു ചെയറിട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും, വീട്ടുകാര്യങ്ങളും നമ്മുടെ അടുത്ത പടം ഏതാണ് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു, ആത്മബന്ധം. അതെ. പക്ഷേ ഇന്ന് അതൊന്നുമില്ലല്ലോ. ഇന്ന് നമ്മളൊരു ഷൂട്ടിംഗ് കഴിഞ്ഞു, നേരെ പോയി നമ്മുടെ കാരവാനിലിരുന്നു, ഭക്ഷണം കഴിച്ചു, മേക്കപ്പൊക്കെ ചെയ്ത് ഷോട്ട് റെഡി ആകുമ്പോൾ വരുന്നു. ആ കിട്ടുന്ന 1-2 മിനിറ്റ് എന്തെങ്കിലും നമ്മൾ സംസാരിക്കും. ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്നല്ല പറഞ്ഞു. ഇപ്പോൾ ഇന്നിപ്പോൾ ഫോണിലൂടെയും എല്ലാവരും അങ്ങോട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഒരു ബന്ധം ശരിക്കും ബിസിനസ്. ഇപ്പോൾ ബിസിനസ്സും ഹ്യൂജായി. അന്ന് ഒരു ലിമിറ്റിലല്ലേ സിനിമ. അന്ന് ഫൈനാൻഷ്യലായിട്ടും ഓക്കെ, ഓഫ് കോഴ്സ് കളക്ഷന് വ്യത്യാസം. ഇപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നപ്പം അത് സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അവർ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു തലൈരാഗം എന്ന് പറയുന്ന സിനിമ 1,10,00,000 അന്ന് കളക്ട് ചെയ്തു, അന്നത്തെ കാലം. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇന്നാണെങ്കിൽ അതൊരു 1,000 കോടിയാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും 1,000 അല്ല, എക്സാജറേഷൻ ആയിരിക്കും, ഒരു 200 കോടി എന്തെങ്കിലും ഉണ്ടോ എന്തായാലും. ബിക്കോസ് ഇന്ന് ടിക്കറ്റ് റേറ്റ് മാറിപ്പോയി, പോപ്പുലേഷൻ കൂടി അല്ലേ, പ്രൊഡക്ഷൻ കോസ്റ്റും ഇന്ന് ഹ്യൂജാണ്. ഇന്നൊരു ചെറിയ പടം എടുക്കണമെങ്കിൽ തന്നെ വലിയ കാശ് വേണം. ഈ സിനിമയിലേക്കുള്ള വരവ് യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ സിനിമയിലേക്ക് എത്തിപ്പെടുത്ത ഒരാളാണ് തോന്നുന്നു. ഒറ്റപ്പാലാണ് സ്വദേശം എന്ന് പറഞ്ഞു. അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ഞാൻ ജനിച്ചത് കേച്ചേരിയാണ്, ഗുരുവായൂരടുത്ത്. പക്ഷേ ഞാൻ പഠിച്ചു വളർന്ന് ചെന്നൈയിലുമാണ്. എൻ്റെ ഫാദർ അമ്പലപ്പാറ എന്നാണ്. ഇതാണ് ഞങ്ങൾ. ഞാനിപ്പോൾ എൻ്റെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ബിക്കോസ് എനിക്ക് ഒരുപാട് കസിൻസും അമ്മാവന്മാരും ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛന് വലിയ നിർബന്ധമായിരുന്നു. ഞങ്ങൾക്ക് ഏത് ഹോളിഡേ വന്നാലും അച്ഛൻ നാട്ടിലേക്ക് കൊണ്ടുവരും. ഒരു ട്രെയിൻ പിടിച്ചാൽ രാവിലെ കയറിയ രാത്രി ഇവിടെ, അടുത്ത ദിവസം രാവിലെ എത്തി, രാത്രി കയറിയാലും. അപ്പോൾ ഞങ്ങൾ എല്ലാ ഹോളിഡേയ്സിനും കല്യാണങ്ങൾക്കും എല്ലാത്തിനും വരും. ചില വർഷമൊക്കെ 6-7 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് അത്രയും കളിക്കാനും അങ്ങനെയൊക്കെയുള്ളത് ഇതായിരുന്നു. ഇപ്പോൾ പക്ഷേ എല്ലാവരും പല സ്ഥലങ്ങളിലായി. പക്ഷെ ഒരുപാട് കസിൻസ് ഇപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ സെറ്റിലാവുന്നുണ്ട്. അവർ ഗൾഫിലും പുറത്തൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും തിരിച്ചു വന്ന്. ഈ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണല്ലോ ഇപ്പോൾ ഒറ്റപ്പാലം എന്നൊരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ കേരളോത്സവം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരു തോന്നുന്ന ഒരാഴ്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരാഴ്ച 10 ദിവസം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ പ്രൊജക്റ്റ് നമ്മൾ തുടക്കത്തിൽ ഇപ്പം ഞാൻ റിക്ക് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ റിക്ക് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെല്ലാ സ്ഥലത്തു നിന്നും കുറച്ച് സ്റ്റാർസിനെ ഇട്ടിട്ടുണ്ട്. വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു സിനിമയൊന്നുമല്ല.
എന്നാൽ ഒരുപാട് സ്റ്റാർസ് സാർ അഭിനയിക്കുന്നുണ്ടോ സിനിമയിൽ? ഞാൻ അഭിനയിക്കുന്നില്ല, ഓൺലി ഡയറക്ഷൻ. ഡയറക്ഷൻ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഞാനാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ, സ്റ്റോറി വേറൊരാളുടെയാണ്. പിന്നെ ഡയലോഗ്സ് പ്രസാദ് സുകുമാരൻ രണ്ടുപേരാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്, ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും തീർച്ചയായിട്ടും. ഒരു ഹൊറർ മൂഡാണ്, പക്ഷെ ഒരു ത്രില്ലറെന്നും രണ്ടും മിക്സ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. ഒരുപാട് ആക്ടേഴ്സ് കുറവാണ്. കൂടുതലും ഒരു പ്രേതവും ഒരു പെണ്ണുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും അതിൽ കൂടെ വരുന്ന കുറേ സംഭവങ്ങളുമാണ്. ത്രില്ലിങ് ഫുൾ ഷൂട്ട് അവിടെ വെച്ചിട്ടാണ്? ലണ്ടനിലാണ് നമ്മൾ ഫുൾ പടം ബേസ്ഡ് ഇൻ ലണ്ടനാണ്. പക്ഷേ ഇവിടെ നമ്മൾ ബിക്കോസ് നമുക്ക് അവിടെ ചിലതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളിവിടെ സെറ്റ് ഇട്ടു, ഒരു 4 സെറ്റ് ഇട്ടു ഇവിടെ. ആ അവിടെ സെറ്റ് UK ഫീൽ ചെയ്യുന്ന സെറ്റ്. മമ്മൂട്ടി മോഹൻലാലൊക്കെ ആയിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അവരോടൊപ്പം മണിമുള്ള രാജു ഒരു ടീമായിട്ടാണല്ലോ നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത് ആ സമയത്തൊക്കെ? എങ്ങനെയാണ് അവരായിട്ടുള്ള ഇപ്പോഴത്തെ റിലേഷൻ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ മോഹൻലാൽ ലണ്ടനിൽ വരുമ്പോൾ വിളിക്കാറുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്. മമ്മൂട്ടി വന്നപ്പോഴും കണ്ടിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ മീറ്റ് ചെയ്യും. പിന്നെ അതല്ലാതെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ മമ്മൂക്കിയോ അല്ലെങ്കിൽ മോഹൻലാലോ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യുന്നതിന് ഞാൻ പോയി കാണാറുണ്ട്. ബിക്കോസ് നമ്മൾ നല്ല ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ മോഹൻലാലാണെങ്കിൽ ഞാൻ 10-30 സിനിമയിൽ കൂടെ അടുത്തും ഇവിടെ സ്വർഗമാണ്, പിന്നെ അതുപോലെ കാസിനോവയിലൊക്കെ അഭിനയിച്ചിരുന്നു. മമ്മൂക്കയുടെ കൂടെ ലാസ്റ്റ് ഞാൻ ചെയ്തത് സ്റ്റാലിൻ ശിവദാസ് എന്ന സിനിമ. മമ്മൂക്ക പോയി കാണാറുണ്ട്. അങ്ങനെ ബന്ധങ്ങളുണ്ട് എല്ലാവരും. ഫോണിലൊക്കെ ബന്ധപ്പെടാറുണ്ടോ? പിന്നെ പണ്ടത്തെ മാതിരിയല്ല. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി പണ്ടൊക്കെ നമുക്ക് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ തന്നെ കാണും. ഇപ്പോൾ ഇന്ന് എല്ലാവരും ഷൂട്ടിംഗ് തന്നെ ഇവിടെ കുറവാണ് നടക്കുന്നത്. ഒക്കെ പുറത്തും ഓരോ സിനിമകൾ അധികവും ഇവർ ഫോറിൻ കൺട്രീസിലും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണാനുള്ള ചാൻസുകൾ കുറവാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ പോയി കാണാം. അവരൊക്കെ നല്ല റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകുന്നുണ്ട്. അത് എല്ലാവരുമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് നല്ല വേണുചേട്ടനായിട്ട് നെടുമുടി വേണുചേട്ടൻ, ഇന്നസെൻ്റ് ചേട്ടനായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. അവർ മരിച്ചപ്പോൾ കാണാനൊന്നും വരാൻ പറ്റിയില്ല. അന്ന് നാട്ടിലില്ല. ഇല്ല, അന്ന് ഞാൻ 2 പേരും മരിക്കുമ്പോൾ UK-ലാണ്. അന്ന് ഈ തോന്നുന്ന കുറച്ച് കോവിഡൊക്കെ കഴിഞ്ഞ ഒരു സമയമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ട്രാവലിങ്ങും. പുതിയ സിനിമകൾ കാണുകയും നിരീക്ഷിക്കാറൊക്കെ ഉണ്ടോ? പുതിയ എല്ലാ സിനിമയും മിക്കവാറും പോയി കാണാറുണ്ട്. സക്സസ് ആയതാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഞാൻ പോയി കാണാറുണ്ട്. ഒരുമാതിരിപ്പെട്ട കുറച്ച് നല്ലതാണെന്ന് തോന്നുന്ന സിനിമകൾ. എന്താണ് ഒരു മാറ്റം തോന്നുന്നത് ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ? ഇപ്പോൾ പഴയ കുറച്ച് സിനിമകളിൽ അഭിനയിച്ച രീതിയും ന്യൂ ജനറേഷൻ സിനിമയുടെ തന്നെ പശ്ചാത്തലവും കഥകളും, ഇന്ന് സിനിമയ്ക്ക് കഥ പോലും ആവശ്യമില്ലാത്ത ചില സിനിമകളൊക്കെ വന്നു. കഥ എന്ന് പറയുന്നത് കഥ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ എന്തെടുത്ത് തിരിച്ചു മറിച്ചിട്ടാലും ഇതിനൊരു 3-4 ഇതിൽ തന്നെ സിനിമ പോവുള്ളൂ. പക്ഷേ മേക്കിംഗ് സ്റ്റൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു മലയാളത്തിൽ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ മലയാളം സിനിമയ്ക്ക് ഇന്ന് പുറം രാജ്യങ്ങളിൽ, ഞാൻ പറയുന്നത് ഇംഗ്ലീഷുകാർ കണ്ടിട്ടല്ല, പക്ഷെ അതല്ലാതെ മറ്റ് ഭാഷക്കാർ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പിന്നെ ഗുജറാത്തികളായാലും നോർത്ത് ഇന്ത്യൻസായാലും വേറെ പഞ്ചാബികളായാലും അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നുള്ളവരാണെങ്കിലും അവർ മലയാളം സിനിമ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി, സിംപ്ലിസിറ്റി, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകൾ പറയുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. കുറച്ചുകൂടി മറ്റ് ഭാഷകളെ അപേക്ഷിച്ചിട്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരു അഭിപ്രായം വരുന്നുണ്ട്. ഇപ്പോൾ തമിഴിലും നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ആളായിരുന്നല്ലോ. തമിഴ് സിനിമയെ പറ്റിയിട്ട് ഇനി കൂടുതൽ തമിഴിൽ ഇപ്പോൾ അഭിനയിക്കാൻ വല്ല പ്ലാനും? അങ്ങനെ തമിഴിൽ ഞാൻ ചെയ്തു ലാസ്റ്റിൽ മറ്റേ വിജയൻ്റെ ബ്രദർ വിക്രാന്തിൻ്റെ കൂടെ ഒരു ഫിലിം ഞാൻ അഭിനയിച്ചിരുന്നു. അതൊരു വിക്രാന്തിൻ്റെ ഫാദറായിട്ട് അഭിനയിച്ചു. പക്ഷേ ആ പടം അത്ര സക്സസ് ആയില്ല അവിടെ. പിന്നെ ഒരു മറാഠി ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു കുറച്ച് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഈ അടുത്ത് റിലീസാവും. മലയാളം ഞാൻ വേറെ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് കുറച്ച് മാറി എന്നുള്ള ഒരു ആ രീതിക്ക് പോകാനാണ് തീരുമാനം. അപ്പോൾ അല്ല, ഒരുപാട് എനിക്ക് ചെയ്യാനുള്ള, അങ്ങനെ ഓടിച്ചാടി അങ്ങനെ ചെയ്യാനുള്ള വലിയ ഇതൊന്നുമില്ല. അങ്ങനെ നല്ല സിനിമ ചെയ്യുക,
നല്ല കഥാപാത്രങ്ങൾ വന്നാൽ ചെയ്യുക, ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. നല്ല ക്യാരക്ടർ വന്നാൽ അപ്പോൾ അതെ അതെ ഇനിയും നല്ല റോൾസുകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം സിനിമയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, എന്ത് എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കുറേ നല്ല വേഷങ്ങൾ ചെയ്ത് വരാൻ സാധിക്കില്ല. ഭാഗ്യം ഒരു ഘടകമാണ്. ഭാഗ്യം. ഇപ്പോൾ ഒരു സിനിമയുടെ ഭാഗ്യത്തിനപ്പുറം ഇപ്പോൾ ഒരു റിവ്യൂ ഇപ്പോൾ കാണുന്നുണ്ടാവും. ഒരു തിയേറ്ററിലൊരു സിനിമ വന്നാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂ, അല്ലെങ്കിൽ വരാൻ പോകുന്നതിന് മുന്നേ തന്നെ അതിനെ പറ്റി ഒരു റിവ്യൂ പെട്ടെന്ന് വരികയാണ്. ഒരു സിനിമയെ, പുതിയ സിനിമകൾ വന്നാൽ അതിനോടൊക്കെ എന്താണ് അഭിപ്രായം? അല്ല, അവർ റിവ്യൂ പറയുന്നതിനൊന്നും കുഴപ്പമില്ല, റിവ്യൂ പറഞ്ഞോട്ടെ, ബിക്കോസ് അതൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് അവരെന്താ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്, അവരുടെ മനസ്സിലെന്ത് കാണുന്നു അതാണ്. പക്ഷേ സിനിമേനെ അങ്ങ് താറടിക്കുന്ന മാതിരി പറയുന്നുണ്ട്, അത് തെറ്റാണ്. ബിക്കോസ് എല്ലാവരും സിനിമ എടുക്കുന്നത് എല്ലാം നല്ല കാശ് മുടക്കിയും, ഒരു സിനിമ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കുന്നത് ഈ സിനിമ വിജയിക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. പലതും തിയേറ്ററിൽ വരുമ്പോൾ ആ റെസ്പോൺസ് കിട്ടാറില്ല. ഇപ്പോൾ അത് ചെയ്യാതെ അവർക്ക് നല്ല രീതിയിൽ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ വേർഷൻ പറയാം, അതല്ലാതെ അതിനെ അങ്ങ് താറടിക്കുന്ന മാതിരി പല ആൾക്കാരും പറയുന്നുണ്ട്. ഞാനിത് അധികം ശ്രദ്ധിക്കാറില്ല, ബിക്കോസ് പക്ഷേ ഇന്നിപ്പോൾ അതൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അതിനെന്താണ്, ഇപ്പോൾ തമിഴിൽ ഞാൻ കേട്ടു, എനിക്കറിയില്ല അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു സിനിമ ഇറങ്ങി 3 ദിവസം കഴിഞ്ഞാൽ റിവ്യൂ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ഇവിടെ വരുമോ? ബിക്കോസ് ഇതൊരു എന്താ പറയുന്നത്, ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലം ഇത് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ നമ്മളൊരു റിവ്യൂ കേട്ട് അല്ല, എല്ലാവരും ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, റിവ്യൂ പറയുന്നവരും എല്ലാവരും അല്ല, എല്ലാവരും ചിലതൊക്കെ വളരെ നന്നായിട്ട് പറയുന്നവരുണ്ട്, കറക്റ്റായിട്ട് പറയുന്നവരുണ്ട്. പക്ഷെ ചിലർ അതെന്തോ അതിനെ ഡെഡ് എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുന്ന, അതിനെ അത്രയ്ക്കും താറടിച്ച് സംസാരിക്കുന്ന മാതിരി അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പാടില്ലെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഒരു സിനിമ ഞാൻ പറഞ്ഞ മാതിരി അത്രയും കാശ് മുടക്കി പ്രയാസപ്പെട്ടും ഒക്കെയാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതെന്താ വെച്ചാൽ ചിലവരുടെ റിവ്യൂ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ പറയുമ്പോൾ പെട്ടെന്ന് പടം താഴും. ഇതിനായിട്ടൊരു ഒരു ടീമൊക്കെ പ്രവർത്തിക്കുന്ന പോലെ ചില സിനിമ, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സിനിമയ്ക്ക് കുറച്ച് ആളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, നല്ല ആൾക്കാരുണ്ട്. ഇടക്കാലത്ത് തിയേറ്ററുകളിൽ തന്നെ 3-4 സിനിമയൊക്കെ നല്ല രീതിയിൽ എല്ലാ ഷോവും ഫുള്ളായി ഓടുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് കുറച്ച് മുമ്പേ ഭയങ്കര ഒരു മോശം സമയത്തിലൂടെയാണ് സിനിമ കാണാൻ ആൾ അത് ഇനി തിരിച്ചു വന്നുകൂടാന്നില്ല. ബിക്കോസ് സിനിമ നല്ലതാണെങ്കിൽ സിനിമ ഓടുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന സമയം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ കഴിഞ്ഞ വർഷം 240 സിനിമ മറ്റിറങ്ങിയിട്ടുണ്ട്. അതിൽ എത്ര സിനിമ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഭയങ്കര കഷ്ടമാണ്. 10-12 സിനിമ വിജയിച്ച് കാണും. ഒരു 10 സിനിമ അബോവ് ആവറേജ്, ഒരു 10 സിനിമ ആവറേജ് പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ പോയത് അത് വലിയ സ്റ്റാർ കാസ്റ്റുള്ള സിനിമകളും സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത സിനിമകളും ഒക്കെയാണ് അങ്ങനെ. ഇപ്പോൾ പിന്നെ ഈ OTT വന്നതുകൊണ്ട് കുറേയൊക്കെ സിനിമകൾ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ഒരു റിക്കവറി നടക്കുന്നുണ്ടെന്നുള്ളത്. വല്ലാത്ത എന്നാലും സിനിമ എല്ലാവരും എടുക്കുന്നുണ്ട്. അതൊരു പാഷൻ, ഒരു ഭയങ്കര ഒരു പബ്ലിസിറ്റി അല്ലേ ഈ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ സിനിമ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അല്ല, ഒരു ഭാഗ്യപരീക്ഷണം തന്നെ ആയിട്ട് തന്നെയാണോ ഇപ്പോൾ ഒരു സിനിമ കാണേണ്ടത്? അങ്ങനെ ഭാഗ്യപരീക്ഷണം തന്നെയാണ് സിനിമ നമുക്ക് ഇവിടെ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഒന്നും ഈ സിനിമ ഓടുമെന്ന് പറയാൻ പറ്റില്ല. സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ആരായാലും സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമയ്ക്ക് നല്ല ഇനീഷ്യൽ കളക്ഷൻ വരും. അവർക്ക് അവരുടേതായിട്ടുള്ള ഫാൻസ് ഉള്ളത് കൊണ്ട് സിനിമയ്ക്കൊരു നല്ല പുള്ളിങ് ആദ്യം ഉണ്ടാവും. പടം മോശമാണെങ്കിൽ അത് വീഴും. അത് അടുത്ത ദിവസമേ വീഴും. നല്ലതല്ലെങ്കിൽ ആവറേജ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടു പോകും. പിന്നെ വലിയ സ്റ്റാർസ് ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടിയും സാറ്റലൈറ്റിലും OTT പ്ലാറ്റ്ഫോംസിലും ഒക്കെ ഒരു പുതിയ നടന്മാരെയൊക്കെ പറ്റിയിട്ട് എന്താണ് പുതിയ ഒരുപാട് യങ് ആക്ടേഴ്സ് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അതാ പറഞ്ഞ ഈ നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു വലിയ ചേഞ്ചാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇന്ന് നമുക്കൊരു 10 ആക്ടേഴ്സ് ഉണ്ട് നല്ല ടോപ്പിൽ നിൽക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനും പ്രൊഡക്ഷനെ കുറിച്ച് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആരാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാലും സിനിമ ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സിനിമകൾ ഓടുന്നില്ല. അവരെല്ലാവരും കോമ്പറ്റീറ്റീവാണ് ഇപ്പോൾ.
അപ്പം നമുക്ക് എടുത്തു പറയാവുന്ന കുറേ നല്ല ആക്ടേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആരാണെന്ന് പറയാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുക. മത്സരം ഉണ്ടോ ഒരു ഇവര് തമ്മിൽ? മത്സരം ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജ് ആയാലും നിവിൻ പോളി പോളി, ആയാലും അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ, ഫഹദ് ഫാസിൽ, ടൊവിനോ, ടൊവിനോ. എല്ലാവരും അവർ, ദുൽഖർ ആയാലും എല്ലാവരും അവരെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ, പടം ഓടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ. പക്ഷെ അല്ല, character ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ റോൾസും ശ്രമിക്കുന്നുണ്ട്, കഥകളൊക്കെ വരുന്നുണ്ട്. വരുന്നുണ്ട്. പ്രേക്ഷകർ എന്നും മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ തന്നെയാണ്. എക്കാലത്തും അതെ. നല്ല സിനിമയെ, മലയാള സിനിമയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. നല്ല സിനിമകൾ കാണുകയും ആസ്വദിക്കുകയും തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇന്നും മലയാളികൾ. പ്രേക്ഷകരുമായിട്ട് എന്താണ് പറയാനുള്ളത്? സാറിൻ്റെയും പുതിയ പടങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അല്ല, എനിക്ക് പറയാനുള്ളത്, ഞാനും ഇവരുടെ കൂട്ടത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് കഥകൾ വന്നു. പക്ഷെ ഞാൻ എനിക്ക് അതൊന്നും ഇത് ചെയ്തിട്ട് നമ്മളിപ്പോൾ കുറച്ച് ഇത്ര ലേറ്റായിട്ട് നമ്മൾ ഒരു ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതും ഞാൻ ചെയ്തിരിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. അവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമ. ബിക്കോസ് ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും. അത്രയൊക്കെ തന്നെ എനിക്ക് കുടുംബം ഒന്നും പറഞ്ഞില്ല. വൈഫ് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. വൈഫ് UK-ലാണ്, മോള് അമേരിക്കയിലാണ്. ഈ നാടുമായുള്ള ബന്ധം എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ ഇപ്പോൾ? അല്ല, ഞാൻ ഒറ്റപ്പാലത്ത് എപ്പോഴും വരുന്നുണ്ട്. അതേപോലെ വൈഫ് ഹൗസ് ഇവിടെ. അപ്പോൾ പിന്നെ വൈഫ് വന്നിട്ട് ഞാൻ വന്ന ഇവിടെ 2-3 ദിവസം താമസിക്കും, വരും. അങ്ങനെയൊക്കെ പോവുള്ളൂ. എപ്പോഴും നമ്മുടെ നാടായിട്ടുള്ള ബന്ധം. എനിക്ക് കുറച്ച് ബന്ധം കുറവ് കേച്ചേരിയ. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, അവിടെ ആരുമില്ല. അമ്മ വീടാണ് കേച്ചേരി. അമ്മ വീട്. എൻ്റെ കസിൻസൊക്കെ അവരിപ്പോൾ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ സെറ്റിലായി, കുറച്ച് പേര് നമ്മളെയൊക്കെ വിട്ടുപോയി. പിന്നെ ഗ്രാൻഡ് പാരൻസ് ഇല്ല. എൻ്റെ അമ്മയ്ക്ക് 3 സിസ്റ്റേഴ്സായി, ഇപ്പോൾ 3 പേരും ഇല്ല. പക്ഷെ ഇവിടെ എൻ്റെ അച്ഛൻ്റെ ബ്രദേഴ്സ് ഇവരെ ആരുമില്ല, ഇപ്പം എല്ലാവരും പോയി. പക്ഷേ മക്കളൊക്കെ എല്ലാവരും ഉണ്ട്. അവരൊക്കെ ആയിട്ട് എപ്പോഴും ബന്ധപ്പെടുകയും ബന്ധപ്പെടും. മോഹൻ ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്നിട്ട് തന്നെ പോകുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അവസരം തന്നാലും വളരെ സന്തോഷം. ഞാനും നന്ദി പറയുന്നു, ബിക്കോസ് നിങ്ങളും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. പുതിയ പടം ഒക്കെ നല്ല വിജയിക്കട്ടെ. ഞങ്ങളൊക്കെ പോയി കാണാം. പ്രേക്ഷകരും പുതിയ പടമൊക്കെ പോയി കാണാം. സാറ് നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. ആ നിലയ്ക്ക് ഈ പടം വിജയിപ്പിക്കാൻ നമുക്കും കൂടി ചെറിയ ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞങ്ങളൊക്കെ പോയി കാണാം. ഓക്കെ, സന്തോഷം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നതിൽ വളരെയധികം നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.